നമ്മളൊക്കെ ഈ ഖുർആന്റെ മഹത്വമൊക്കെ ഉസ്താദ് പറഞ്ഞു. എന്താണ് ഈ ഖുർആന്? ഖുർആനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ എത്ര പ്രാവശ്യം പറഞ്ഞു, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഖുർആനിൽ ചില സൂറത്തുകൾ ഓതിയാൽ നമുക്കുണ്ടാകുന്ന ചില ഗുണങ്ങളുണ്ട്. നമ്മുടെ മാറാത്ത രോഗങ്ങൾ മാറാൻ പറ്റിയ സൂറത്താണ് സൂറത്തു തഗാബുൻ. ഡോക്ടർമാർ പറയുന്നു ഇനി രക്ഷയില്ല എന്ന് കൈവിട്ടാൽ സൂറത്തു തഗാബുൻ നിങ്ങൾ ഓതുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകമഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു തഗാബുൻ നിങ്ങൾ ഓതിയാൽ മതി. 28ാമത്തെ ജുസൂലുണ്ട് സൂറത്തു തഗാബുൻ. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് നമ്മൾ എല്ലാ ദിവസവും ഓതിയാൽ ശാരീരിക വേദന മാറി കിട്ടുന്നതാണ്. ഞാൻ ഈ സാധാരണ ലോഹർ നിസ്കാരത്തിൽ ഇത് ഓതാറുണ്ട്. എല്ലാ നിസ്കാരത്തിലും നമ്മൾ ഈ സൂറത്ത് ഓതണം എപ്പോഴെങ്കിലും, അല്ല ഒരു ദിവസം ഈ സൂറത്ത് നമ്മൾ ഓതിയാൽ ശാരീരികമായ വേദനകളിൽ നിന്ന് അല്ലാഹു തആല സഹായിക്കും. അതേപോലെ മാരക രോഗം ഉണ്ടാവില്ല. മാരക രോഗത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ തടയാൻ ചില സൂറത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു സൂറത്താണ് സൂറത്തു തഗാബുൻ, മറ്റൊരു സൂറത്താണ് സൂറത്തു റഹ്മാൻ. സൂറത്തു റഹ്മാൻ ഓതിയാൽ രോഗങ്ങൾ മാറും. സൂറത്ത് റഹ്മാൻ ഓതിയ രോഗങ്ങൾ മാറും. നമ്മൾ ഇതൊക്കെ ഇങ്ങോട്ട് തീരുമാനിക്കും. പിന്നെ നിങ്ങൾ ഈ മരുന്നൊന്നും കഴിക്കാതെ ഓതിക്കൊണ്ടിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ മരുന്ന് കഴിച്ചിട്ടുള്ള ദുആ ചെയ്യാൻ പറയുന്നത്. ഈ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത് എന്തിനാണ്? അപ്പൊ നമ്മുടെ രോഗങ്ങൾ മാറണമെങ്കിൽ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ദുആ ചെയ്യണം. പെണ്ണ് കെട്ടി കല്യാണം കഴിച്ചാലേ നമുക്ക് മക്കൾ ഉണ്ടാവുള്ളൂ. കല്യാണം കഴിച്ചിട്ട് അവൻ ദുആ ചെയ്യുന്ന പഠിച്ചവന് ഒരു കുട്ടിയെത്താ അല്ലാഹു കൊടുക്കും. കല്യാണം കഴിക്കാതെ വർഷങ്ങളായിട്ടിരുന്ന് എല്ലാ ദിക്റിന്റെ മജ്ലിസിലും പോയിരുന്ന തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്താൽ കുഞ്ഞിനെ കിട്ടുമോ? കിട്ടുമോ? കിട്ടൂല. അപ്പൊ നമ്മൾ ദുആ ചെയ്യുമ്പോ എന്ത് ചെയ്യണം? നമ്മളൊരു പെണ്ണിനെ കെട്ടിയിട്ട് വേണം ദുആ ചെയ്യാൻ. അപ്പൊ അല്ലാഹു തആല അത് കണ്ടു. ഒട്ടകത്തെ കൊണ്ട് കെട്ടിയിട്ട് ദുആ ചെയ്യണം. പഠിച്ചോ, നീ എന്നെ സംരക്ഷിക്കണേ അല്ലാഹ്, സഹായിക്കണേ അല്ലാഹ്. ബൈക്ക് കൊണ്ട് ഒരു സ്ഥലത്ത് ഒറിജിനൽ ഒരു എവിടെയെങ്കിലും പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് വെച്ചിട്ട് അല്ലാഹുവിന്റെ തവക്കൽ ഏൽപ്പിക്കണം. കുട്ടികള് സ്കൂളിൽ പോകുന്ന കുട്ടികൾ, നിങ്ങളുടെ കുട്ടികളെ വേറൊരാൾ പ്രേമിക്കാതിരിക്കാൻ ഒരു ദുആ പറഞ്ഞുതരാം. ഖുർആൻ എല്ലാം ഖുർആനാണ്. ഞാൻ പറയുന്ന വാക്കല്ല. ഖാലല്ലാഹു അസ്സ വജൽ ഖാലല്ലാഹു അസ്സ വജൽ. രണ്ട് കളവന്മാരുണ്ട് പഴയ, അവർക്ക് അറിയാവൂ. ഇതെല്ലാം മറന്നുപോയി. പണ്ടത്തെ കാലം ഖാലല്ലാഹു ഉസ്താദ്മാരിങ്ങനെ ഓരോന്ന് പറഞ്ഞു ഖാലല്ലാഹു അസ്സ വജൽ. നിങ്ങൾക്ക് എന്തിനാണെന്നറിയോ അത് പറയുന്നേ? അത് ഇങ്ങനെ നിങ്ങൾ ഉറങ്ങാതിരിക്കുക. അപ്പൊ ലാ ഇലാഹ ഇല്ലാഹു എന്നൊക്കെ അടിക്കുമ്പോ ആ ഒരു മജ്ലിസിൽ ഒരു റാഹത്ത് ഉണ്ടാവും. ഇത് സലാം പറഞ്ഞിട്ട് പോലും മയ്യത്തുങ്കര പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി സലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ഖാലല്ലാഹു അസ്സ വജൽ. അതൊന്നും ഇന്നത്തെ ന്യൂ ജനറേഷൻ മക്കൾക്ക് അറിയില്ല. നിങ്ങളെ പോലുള്ള ഓജികൾക്ക് അറിയാവൂ. ഓജി ഓൾഡ് ജനറേഷൻ എക്സ്പയർ ഇതാണ്. ബാക്കി ന്യൂ ജനറേഷനോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ എല്ലാത്തിനും അല്ലാഹു തആല വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ മോളുടെ തലയിൽ കൈവച്ചിട്ട് 3 പ്രാവശ്യം നിങ്ങൾ പറ വഉഫൗവിളു അംരി ഇലല്ലാഹ് വഉഫൗവിളു അംരി ഇലല്ലാഹ് വഉഫൗവിളു അംരി ഇലല്ലാഹ്. 3 പ്രാവശ്യം പറ. നമ്മുടെ മോളെ സ്കൂളിൽ വിടുന്നു, അല്ലെങ്കിൽ യാത്രയാക്കുന്നു, വാപ്പ കൊണ്ട് ബസ് സ്റ്റാൻഡിൽ വിട്ടു, അവളുടെ തലയിൽ കൈവച്ചിട്ട് ഒരു 3 പ്രാവശ്യം പറ ഉഫൗവിളു അംരി ഇലല്ലാഹ്. എന്റെ ഉത്തരവാദിത്വം അല്ലാഹുവേ നിന്നിൽ ഞാൻ ഏൽപ്പിക്കുന്നു. എന്റെ മകള് ഒറ്റയ്ക്ക് പോവുകയാണ്, നീ അവളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഞാൻ ഇവളെ നിന്നിൽ ഏൽപ്പിക്കുന്നു അല്ലാഹ്. അപ്പൊ അല്ലാഹുടെ മറുപടി എന്താ? ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ഇന്നല്ലാഹ് അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിശ്ചയം അല്ലാഹു ബസീറും ബിൽ ഇബാദ്. ആ ദാസനെ, ആ ദാസിയെ അല്ലാഹു സംരക്ഷിക്കും. ഇതിൽ നിന്ന് ഫവഖാഹുല്ലാഹു സയ്യാതി മാ മകറൂ. ഫവഖാഹുല്ലാഹു സയ്യാതി മാ മകറൂ. ആരാണോ തന്റെ മകളെ പ്രണയിക്കാൻ വരുന്നത്, ആരാണോ തന്റെ മകളെ ശല്യപ്പെടുത്താൻ വരുന്നത്, ആരാണോ തന്റെ മകനെ ഇടങ്ങേറാക്കാൻ വരുന്നത്, ആ പിശാചുക്കളിൽ നിന്ന് അല്ലാഹു ഈ ദിക്ർ ചൊല്ലി ഏൽപ്പിച്ച മകനെ, മകളെ സംരക്ഷിക്കുമെന്ന് ഖുർആൻ.
അല്ലെങ്കിൽ വേറെ അർത്ഥം പറ. ഇടങ്ങേറാക്കുന്നവൻ അല്ലാഹു സഹായിക്കും. ഏത് ദിക്റിയല്ലേ? പഠിച്ചു വെക്കി ഒന്നും അറിയില്ല. ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് മൂക്ക് തുടക്കി. ഒരു അൽഹംദുലില്ലാഹ് പറ. നിനക്ക് അറ്റാക്ക് വന്ന് നീ ചാവാൻ പോയതാണ്. നിന്നെ അല്ലാഹു ഈ ഒരു തുമ്മലിലൂടെ നിന്നെ രക്ഷപ്പെടുത്തി. അൽഹംദുലില്ലാഹ്. അല്ലാഹ്ക്ക് ഒരു ശുക്ർ ചെയ്തൂടെ? അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തിയല്ലേ. അൽഹംദുലില്ലാഹ്. ആ ഒരു തുമ്മൽ. അതുകൊണ്ട് അറ്റാക്ക് വരുന്നവരൊക്കെ ചുമക്കണമെന്നൊക്കെ പറഞ്ഞത്. ചുമക്കണം, തുമ്മണം, ഇച്ചിരി ശബ്ദം ഇടണമെന്നൊക്കെ പറയുന്നത് ഒന്ന് ഇളകാൻ വേണ്ടി. അതിനാണ് നമ്മൾ ഒരു തുമ്മുന്നതോടുകൂടി അൽഹംദുലില്ലാഹ് പറയും. അൽഹംദുലില്ലാഹ്. നമുക്ക് അല്ലാഹ് രക്ഷപ്പെടുത്തില്ലേ, സഹായിച്ചില്ലേ, അൽഹംദുലില്ലാഹ് പറയണ്ടേ. അപ്പൊ അതുകൊണ്ട് ഈ ദിക്റുകൾ അല്ലാഹ് ഖുർആനിൽ പഠിപ്പിച്ചു തരാണ്. നമുക്ക് വിഷമിക്കണ്ട, എല്ലാത്തിനും പരിഹാരം ഖുർആൻ. സമാധാനം വേണമോ? പരിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങണേ. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. സമാധാനം വേണമോ? ശാന്തി വേണമോ? നിങ്ങളുടെ മനസ്സിന് സന്തോഷം വേണമോ? നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ. കാരണം ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും അവസാനം നിങ്ങൾ വിളിക്കുന്നത് നിന്റെ റബ്ബിനെയാണ്. കോടാനകോടികൾ കൊണ്ട് അമ്മാനമാടുന്നവനാകട്ടെ, അവൻ രോഗബാധിതനായി ICUവിൽ കിടക്കുമ്പോ അവസാനം അവിടെ നിന്ന് എഴുത്തി വരുന്ന ഒരു കത്തുണ്ട്. ആ കത്ത് ഉസ്താദിന്റെ മിമ്പറിന്റെ അരികിലേക്ക് വരും. ഉസ്താദ്, എന്റെ ഉപ്പ വെന്റിലേറ്ററിലാണ്, എന്റെ ഉമ്മ വെന്റിലേറ്ററിലാണ്, ICUവിലാണ്, അത്യസന്ന നിലയിലാണ്, ഒന്ന് ദുആ ചെയ്യണേ ഉസ്താദേ. ആ ദുആ നമ്മൾ ആരോടാണ് ചെയ്യുന്നത്? ഉദൂനി അസ്തജീബു ലക്കും. അല്ലാഹു പറയുകയാണ്, എന്നോട് നിങ്ങൾ ചോദിക്കൂ, ഞാൻ അതിന് മറുപടി നൽകാം. പണമുണ്ടെങ്കിൽ എല്ലാം സാധിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റിപ്പോയി. അവർ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് ഒരു ചെറിയ സദഖ ചെയ്ത് ഉസ്താദിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. എന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്, എന്റെ ഉപ്പ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, കുറച്ചു നാളുകൂടി ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഡോക്ടർമാര് കൈവിട്ടു. ഉസ്താദേ, നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യൂ. അല്ലാഹുവിനോട് ജുമുഅക്ക് ഈ സദസ്സിൽ ജനങ്ങളെ കൊണ്ട് ആമീൻ പറയിച്ച് ദുആ ചെയ്യൂ. എന്തിനാ പറയേണ്ട അർത്ഥം? ആ ദിക്റിലൂടെ, ദുആയിലൂടെ ആ വ്യക്തി, ആ രോഗി സമാധാനം ആഗ്രഹിക്കുന്നു. എന്തേ ഇല്ലേ? ആശുപത്രി കിടക്കുന്നതൊക്കെ ദുആ ചെയ്യണ്ടെന്ന് പറയുന്നുണ്ടോ? എനിക്ക് നിന്റെ ദുആ ഒന്നും വേണ്ടേ, പോടെ എന്റെ ദുആ. ഇവിടെ വലിയ ഹോസ്പിറ്റലുണ്ട്, വലിയ പൈസ ഉണ്ട്, ഞാൻ സെറ്റാക്കിക്കോളാം. നമ്മൾ അങ്ങനെ ആരും പറയോ? ഇല്ല. എത്ര രോഗം, എത്ര പൈസ മുടക്കിയാലും ശരി, അള്ളാഹുവിന്റെ വിളി വന്നാൽ പോയേ പറ്റുള്ളൂ. പക്ഷേ എല്ലാവരും കൂടെ ചേർന്ന് ദുആ എടുക്കാം. നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാണ്. ഒരു ദിവസം 5 കാര്യം നമ്മൾ അധികരിപ്പിക്കണം. 5 കാര്യം ഒരു ദിവസം നമ്മൾ ചെയ്താൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വേണമെങ്കിൽ ചെയ്തിട്ട് എന്നെ വിളി. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്, നിങ്ങളുടെ ജില്ലക്കാരനാണ്. 5 കാര്യം ഒരു ദിവസം ഒരാൾ ചെയ്താൽ അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. 1 ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കണം. ഒരു ദിവസം അരമണിക്കൂർ ദുആ ചെയ്യണം. ഒരു ദിവസം അരമണിക്കൂർ ദുആ ചെയ്യുന്നവരൊന്ന് കൈവക്കും. ഒരു ഉപ്പ മാത്രം. ഉപ്പാക്ക് വേറെ ജോലിയില്ലായിരിക്കും, ഇല്ലയോ? ജോലിയൊന്നും കാണത്തില്ലായിരിക്കും. എത്ര ജോലി ഉണ്ടെങ്കിലും, എത്ര പ്രശ്നം ഉണ്ടെങ്കിലും, അള്ളാഹുവായിട്ടുള്ള മുനാജാത്തിന് ഒരു ടേസ്റ്റ് വന്നാല് അവർക്ക് അവിടെ ജോലി ഒരു വിഷയമല്ല. അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ. ഒരാളോട് ഇൻട്രസ്റ്റ് തോന്നിയാൽ, ടേസ്റ്റ് തോന്നിയാൽ സമയം അവിടെ നോക്കാറില്ല, മണിക്കൂറുകളോട് സംസാരിച്ചിരിക്കും. നമ്മളിപ്പോ കാമുകന്മാരുടെ സംസാരം എന്താ? ബൈക്ക് ഓടിച്ചാൽ ഇവിടെ മൊബൈൽ ഇരിക്കും, സംഭവം ഇരിക്കും. അത് ഹെൽമെറ്റിനകത്ത് കയറ്റി വെച്ചേക്കും. കാരണം അത് വെക്കാൻ തോന്നില്ല. വെക്കാൻ പോവാന്നോ, നിൽക്കുവാന്നോ, വെക്കുവാന്നോ, പോവാന്നോ, വെക്കുവാന്നോ, പോവാന്നോ.
ട്രാഫിക് വന്നാൽ അവിടെ നിർത്തട്ടെ, ട്രാഫിക് പോലീസ് ഇന്നില്ല, വെക്കല്ലേ ആദ്യം ജാമ്യം വെക്കല്ലേ, ട്രാഫിക് ഞാൻ ഇപ്പൊ വിളിക്കാം, ഖലാസ് പോകല്ലേ, എഴുന്നേക്കല്ലേ. കാരണം ആ ഇൻട്രസ്റ്റ് ആണ് അവരോട് സംസാരിക്കുന്നതിന്റെ ആ ഒരു ഇൻട്രസ്റ്റിൽ, ടേസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? മണിക്കൂറുകൾ പോകുന്ന അറിയില്ല, ചാറ്റുന്നു, സമയം എത്രയോ പോകുന്നു, നിങ്ങൾ അറിയുന്നുണ്ടോ? എത്രയോ മിനിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിക്കൊണ്ടിരിക്കുന്നു, അറിയുന്നില്ല. പക്ഷെ ദുആ ചെയ്യുമ്പോൾ എന്താ അങ്ങക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വരാത്തത്? ഇനി ഏതെങ്കിലും ഉസ്താദന്മാര് ദുആ ചെയ്താലോ നമ്മള് കാണ്ടാമൃഗം വാവളക്കുന്ന പോലെ വായും തുറന്നിട്ട് ഒരു ദുആ ചെയ്യുന്നതിന് ഒരു അദബില്ല, അല്ലാഹ് അടുത്ത് ചോദിക്കുന്നതിന് ഒരു അദബില്ല. അൽബുസ്താന്റെ പിരിവിന് വേണ്ടി ഏതായാലും പൈസക്കാരനെ പോയി അസ്സലാമു അലൈക്കും കാക്കാ, അവിടെ കഴിഞ്ഞ വർഷം വന്നപ്പോൾ നമുക്ക് 50,000 തന്നാണ്, വലിയ വിഷമത്തിലും പ്രതിസന്ധിയിലും, എന്തോ ഇവന്റെ പെണ്ണുമ്പിള്ള ഗർഭിണിയായിട്ട് ആശുപത്രി കിടക്കുന്ന പോലെ അവന്റെ നിപ്പും ഒപ്പും എല്ലാം കണ്ട് ആ വിഷമത്തിലാണ് അവൻ പറയുന്നത്. അള്ളാഹ് നിപ്പ് കാണുമ്പോഴേ അയാൾക്ക് 5,000 കൊടുക്കാൻ പോയ മനസ്സിന് ഒരു 10,000 കൊടുക്കും. ഇവന്റെ ആ പറച്ചിൽ, ആ ഭവ്യതയും അള്ളാഹുവെ ആ എളിമത്വവും വിധേയത്വവും. ഇവൻ ആരാ ഈ സാധനം എന്നറിയാം, ഇറങ്ങി വന്നാ കീരിയവൻ. അങ്ങനെയുള്ളവന്റെ ചോദ്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ കൊടുക്കും. എന്തിനാണ്? ആ പൈസ കിട്ടാൻ വേണ്ടി ആ വിധേയത്വം. അങ്ങനെ ചോദിച്ചാലേ കൊടുക്കുള്ളൂ. 50,000 ഇതോടെ നീ പൈസ തന്നല്ലേ, എല്ലാം തരുമോ? ആ ഞാൻ തരാം, നീ അങ്ങ് പോയി ജാമ്യം തരാം, നിന്റെ വാപ്പ ഇവിടെ കൊണ്ടേപ്പിച്ചേക്കുന്നത്, പോടാന്ന് ഇറങ്ങി പോടാന്ന് പറയും. ചോദിക്കുന്നതിന് അതിന് ഒരു ഇതുണ്ട്. ഉദ്ഉ റബ്ബക്കും തളർഉൻ വഖുഫിയ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദഊന റബ്ബഹും ഖൗഫൻ വതമാ യദഊന റബ്ബഹും ഖൗഫൻ വതമാ. അല്ലാഹു തആലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സമയം പാതിരാത്രി അള്ളയോട് ചോദിക്കുന്നതാണ് അവനിഷ്ടം. ദുആ ചെയ്യുന്നതിൽ അള്ളാഹ്ക്ക് ശ്രേഷ്ഠമായ സമയം തഹജ്ജുദിന്റെ സമയമാണ്. അത് അഷ്റഫീങ്ങളുടെ, ശ്രേഷ്ഠരാക്കപ്പെട്ടവരെ, അള്ളാഹ് ഇഷ്ടപ്പെട്ടവരെ തെരഞ്ഞെടുക്കുന്ന സമയം അതാണ്. അതുകൊണ്ടാണ് നല്ല മനുഷ്യർ മരിക്കുന്നത് ആ തഹജ്ജുദിന്റെ സമയത്താണ്. ആ തഹജ്ജുദിന്റെ സമയമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകന്മാരെ പോലും അവരെ ഈ ലോകത്തേക്ക് ജനിപ്പിക്കാനും അവരുടെ റൂഹ് എടുക്കാനും ആ സമയം അല്ലാഹു തെരഞ്ഞെടുത്തത്. ഏറ്റവും നല്ല സമയം പടച്ചവനുമായുള്ള മുനാജാത്തിന്റെ സമയമാണ് ആ തഹജ്ജുദിന്റെ സമയം. ആ സമയത്ത് നമ്മൾ ദുആ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അല്ലാഹ് പറയുകയാണ്. ഖൗഫൻ വതമാ, വളരെ ഭയഭക്തിയോടെ, ആശയോടെ, ആശങ്കയോടെ റബ്ബിനോട് ചോദിക്കണേ, കണക്കില്ലാതെ ചോദിക്കണേ, പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു ചോദിക്കണേ, നിലവിളിച്ച് ചോദിക്കണേ. വാപ്പ ഐസിയുൽ കിടക്കുമ്പോ എത്ര ടെൻഷൻ ഉണ്ടോ, മോൾക്ക് രോഗം വരുമ്പോ എത്ര ടെൻഷൻ ഉണ്ടോ, ഭാര്യയ്ക്ക് രോഗം വരുമ്പോ എത്ര പ്രയാസമുണ്ടോ, വല്ല അപകടങ്ങൾ സംഭവിക്കുമ്പോ എത്ര വിഷമങ്ങളുണ്ടോ, ആ വിഷമം പോലെ റബ്ബേ എന്റെ തെറ്റുകൾ പൊരുത്തപ്പെടണേ റബ്ബേ, എന്റെ കടങ്ങൾ വീട്ടണേ റബ്ബേ, എന്റെ പ്രയാസങ്ങൾ ഒഴിവാക്കണേ റബ്ബേ. വളരെ ഭവ്യതയോടെ പൊട്ടിപ്പൊട്ടി കരഞ്ഞ് കരഞ്ഞ് നിറകണ്ണുകളോടെ ആ കണ്ണുനീര് നിങ്ങളുടെ കൈവെള്ളയിലൊന്ന് വീഴട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് പറയുന്നു, വല്ലാഹി റബ്ബുൽ ഇസ്സ നിന്റെ കാര്യം ഏറ്റെടുക്കും. പക്ഷെ അങ്ങനെ ചോദിക്കണം. അങ്ങനെ ചോദിച്ചവരാരും നിരാശപ്പെട്ടില്ല. പക്ഷെ നമ്മളാരും ചോദിച്ചിട്ടില്ല, ചോദിച്ചിട്ട് തന്നെ കണ്ടില്ലേ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആരും കൈവെക്കില്ല, ഒരു ഉപ്പ മാത്രം കൈവെക്കും. നമ്മളാരും, കാരണം നമുക്ക് വേണ്ട, ചോദിക്കുന്നില്ല. ചോദിക്കുവിൻ തരപ്പെടും, മുട്ടുവിൻ തുറക്കപ്പെടും. യേശു ക്രിസ്തു പോലും പറഞ്ഞ അങ്ങനെയാണ്. നിങ്ങൾ ചോദിക്ക്, എന്നോട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. പക്ഷെ നിങ്ങൾ ചോദിക്കുന്നില്ല. ചുമ്മാ വല്ലപ്പോഴും എന്താ നിസ്കാരം കഴിഞ്ഞാണ് ഒരു ദുആ, ഇതൊക്കെ ചുമ്മാ എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഓതിപ്പോന്നല്ലാതെ നമ്മുടെ ആവശ്യം മനസ്സിലാക്കി ഖൽബിൽ നിന്ന് നമ്മൾ അല്ലാഹയോട് ദുആ ചെയ്യുന്നില്ല. സത്യം പറ, അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഒരു തുള്ളി കണ്ണുനീര് പോലും വരില്ല ദുആ ചെയ്യുമ്പോൾ. അങ്ങനെ കരഞ്ഞ കണ്ണുകളോടുകൂടി 1.5 മണിക്കൂർ നിങ്ങൾ അള്ളാഹയോടൊന്ന് ചോദിച്ചു നോക്ക്. അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. എടുത്ത ഉടനെ അള്ളാഹ് എനിക്ക് അതുതാ ഇതാ മറ്റേതാ മറിച്ച് അതല്ല ചോദിക്കേണ്ടത്. അള്ളാഹുവിനെ ആദ്യം പുകഴ്ത്തണം, അള്ളാഹ് ആദ്യം പുകഴ്ത്തണം.
എങ്ങനെ പൈസക്കാരൻ്റെ അടുത്ത് പൈസയ്ക്ക് പോകുമ്പോൾ പിന്നെ പണക്കാരൻ്റെ അടുത്ത് പൈസയ്ക്ക് പോകുമ്പോൾ സലാമലൈക്കും കാക്ക നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ അത് ചെയ്ത് അൽഹംദുലില്ലാ ആ പള്ളിയിൽ അവിടുത്തെ സലാമസ്തവൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, വെള്ളിയാഴ്ച ഒക്കെ പറഞ്ഞായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് അത് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ ദുആ ചെയ്ത് ഞങ്ങളൊക്കെ അത് കണ്ടു അൽഹംദുലില്ലാ. പിന്നെ റമദാനിലൊക്കെ അരിയൊക്കെ ഇറക്കി കൊടുത്ത് ഞങ്ങളൊക്കെ നോമ്പ് കുറിക്കാനൊക്കെ അവിടെ പോകുന്നുണ്ട്. ചുമ്മാ തള്ളിയേക്കണം അങ്ങ്. ഈ തള്ളലാണ് അവൻ വീഴുന്നത്. പൈസ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ തള്ളുക. വയംദഹൂന അൻഫുസഹും വയൽഹറൂന മഹബ്ബതഹും ഹത്താ യതവസ്സലു ഇലാ അഖ്ദിൽ അംവാലി മിൻഹും. ഒരു കാലം വരും നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ചില പ്രവാചകന്മാര് എന്നെ പോലെ സമ്പന്നന്മാരെ പുകഴ്ത്തും. അങ്ങനെ ഭയങ്കരമായ പുകഴ്ത്തിയിട്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ യതവസ്സലു ഇലാ അഖ്ദിൽ അംവാലി മിൻഹും, അവരിൽ നിന്ന് പണം കൈപ്പറ്റുന്നത് വരെ അവരെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു വിഭാഗം ലോകത്ത് വരാതെ ലാ തഖൂമു സ്സാഅ, ലോകം അസ്തമിക്കുകയില്ല. ഖിയാമത്ത് നാൾ. പൈസ ഞാൻ എന്ത് ചെയ്യാനിപ്പോ? അല്ല, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചോദിച്ചാൽ ആരും തരൂല, നിങ്ങളെ പൊക്കിയാലേ തരുള്ളൂ. അപ്പൊ ഒരാളെ ആദ്യം പൊക്കണം, അള്ളാഹെ അങ്ങനെ പൊക്കണം. അള്ളാഹ്ക്ക് അത് ഇഷ്ടം. അതിനല്ലേ നിങ്ങൾ ഏത് ദുആ എടുത്ത് നോക്കിക്കോ, ആദ്യം അള്ളാഹുവിനെ കുറിച്ച് പുകഴ്ത്തുക. സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യം അള്ളാഹെ കുറിച്ച് പുകഴ്ത്തിയിട്ട് വായിക്കാരോട് ചോദിക്കുന്നുള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ലോകങ്ങളുടെ രക്ഷിതാവേ അല്ലാഹ് നീയല്ലേ, റഹ്മാൻ റഹീം കരുണയുള്ളവൻ കരുണാവതി നീയല്ലേ അല്ലാഹ്, വേറെ ആരാ അല്ലാഹ്? പ്ലീസ് നീയല്ലേ അല്ലാഹ്. മാലിക് യൗമിദ്ദീൻ, നാളെ ആഖിറത്തിൽ പടച്ചവനെ നീ തന്നെയാണ് നേതാവ്, നീ തന്നെയാണ് പുലി. ഇപ്പൊ പുലി ഞങ്ങളൊന്നും അല്ല അല്ലാഹ്. മാലിക് യൗമിദ്ദീൻ, എല്ലാ അല്ലാഹുവിനെ പുകഴ്ത്തി മൊത്തത്തിൽ പുകഴ്ത്തിയിട്ട് പിന്നെയാ പറയുന്നത് ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നു അല്ലാഹ്, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു അല്ലാഹ്. എന്താണ് സഹായം പറയൂ? ഇഹ്ദിനാ ഇഹ്ദിനാ അസ്സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിക്കണമേ അല്ലാഹ്. ഇത്രയും പുകഴ്ത്തിയിട്ടാണ് അല്ലാഹ് അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹ് ആദ്യം പുകഴ്ത്തണം, എന്നാലേ ദുആ സ്വീകരിക്കുള്ളൂ. രണ്ടാമത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറയണം. പടച്ചവനെ നീ എനിക്ക് ആഫിയത്ത് തന്നു, കണ്ണ് തന്നു, ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, വീട് തന്നു, വണ്ടി തന്നു, ഇതെല്ലാം നിന്റെ കഴിവാണ് പടച്ച റബ്ബേ. അള്ളാഹുവേ നിന്റെ ഔദാര്യമാണ് റബ്ബേ, അള്ളാഹുവേ നിന്റെ അലങ്കാരമാണ് റബ്ബേ, ഇതൊന്നും എന്റെ കഴിവല്ല അല്ലാഹ്. ആരാണോ ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ കഴിവ് കൊണ്ടാണ് എന്ന് ആരാണോ പറഞ്ഞത്, അവരെല്ലാം പരാജയപ്പെട്ട ചരിത്രമാ. പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് തെളിവുകൾ നിരത്താം. ഖാറൂൻ പോലും പറഞ്ഞില്ലേ, ഖാറൂൻ പറഞ്ഞില്ലേ, ഹാമാൻ പറഞ്ഞില്ലേ, സൂറത്തുൽ കൗഫിലെ ആ രണ്ടുപേരുടെ ചരിത്രത്തിൽ ഒരാൾ പോലും പറഞ്ഞില്ലേ എന്റെ കഴിവാണ്, എന്റെ പരിശ്രമ ഫലമാണ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്, ഇതൊന്നും നിനക്ക് തരാനുള്ളതല്ല എന്ന് പറഞ്ഞവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുരടോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് പറിച്ചെടുത്ത ചരിത്ര പാരമ്പര്യമാണ്. ഫറോവ പറഞ്ഞില്ലേ തജ്രി മിൻ തഹ്തി അൽ അൻഹാർ, ഏ മൂസയുടെ ജനങ്ങളെ, ഏ മിസ്രിലെ മക്കളെ, ഈ നൈൽ നദി ഒഴുകുന്നത് ഈ ഫിർഔൻ എന്ന് പറയുന്ന ഈ രക്ഷിതാവ് നിങ്ങളുടെ ദൈവത്തിന്റെ കാലിന്റെ അടിയിലൂടെയാ എന്ന് പറഞ്ഞ ഫറോവയെ ആ വെള്ളത്തിലിട്ട് അല്ലാഹു മുക്കിക്കൊന്നില്ലേ. ഈ ഭൂമിയിൽ അഹങ്കരിച്ചവരെ വെച്ചു പുലർത്തിയ ഒരു ചരിത്രവുമില്ല. ആദ്യം പഠിച്ചു വെച്ചോ. അതുകൊണ്ട് നമ്മൾ അള്ളയോട് പറയണം, അല്ലാ ഈ വണ്ടി തന്നത് നീയാണ് പടച്ചവനെ, ഈ ആരോഗ്യം തന്നത് നീയാണ് പടച്ചവനെ, ഈ പൈസ തന്നത് നീയാണ് പടച്ചവനെ, എനിക്ക് മക്കളെ തന്നത് നീയാണ് അല്ലാ. എല്ലാം അല്ലാ അല്ലാ. കുല്ലുൻ അല്ലാ, കുല്ലും ബില്ലാ, കുല്ലുൻ ലില്ലാ, എല്ലാം അല്ലാ നീയാണ് എനിക്ക് തന്നത് അല്ലാ. അത് അല്ലാഹുവിന് ഇഷ്ടമാണ്, അത് അല്ലാഹുവിന് ഇഷ്ടമാണ്.
അങ്ങനെ പറയണം. അല്ല നീയാണ് എനിക്ക് തന്നത്, അല്ല എന്റെ പണിയുണ്ടല്ലോ, എന്റെ കഷ്ടപ്പാടുണ്ടല്ലോ, അങ്ങനെ നീ പറഞ്ഞു നോക്ക്. അങ്ങനെ നീ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ ഒരൊറ്റ അറ്റാക്ക് വരും, തീർന്ന്. നീ ഒന്ന് പണിയെട്, നോക്കട്ടെ, നീ നിന്റെ പണിയൊന്ന് നോക്കട്ടെ, നീ ഒന്ന് പോടാ, നീ നോക്കട്ടെ, നീ വലിയ പറഞ്ഞു ഞാൻ അങ്ങ് ഓടിച്ചോണ്ട് പോകുന്നു, ഒന്ന് പോയി നോക്ക്. നടക്കൂല. അതുകൊണ്ട് അറിയാൻ പറ്റൂല. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു ബോഡി ബിൽഡർ, അല്ലാഹു അക്ബർ, 53 വയസ്സുണ്ട്, ബോഡി ബിൽഡർ, ജീവിതത്തിൽ ബീഫ് കഴിച്ചിട്ടില്ല, കോഴി കഴിച്ചിട്ടില്ല, മട്ടൻ കഴിച്ചിട്ടില്ല. നമ്മളൊക്കെ പറയും മട്ടൻ കഴിച്ചിട്ട്, കുട്ടൻ കഴിച്ചിട്ട്, ബീഫ് കഴിച്ചിട്ടൊക്കെയാണ് ഈ അറ്റാക്ക് വരുന്നത്, കൊഴുപ്പ് കയറി പിടിച്ചെന്നൊക്കെ. സസ്യാഹാരം മാത്രം, വെണ്ടക്കായും വഴുതനങ്ങായും സാമ്പാർ വിട്ട് കലക്കി കുടിച്ചവനാണ് അവസാനം അറ്റാക്ക് വന്ന് മരിച്ചു കഴിഞ്ഞ മാസത്തിൽ. ബോഡി ബിൽഡർ, സസ്യാഹാരി, മാംസാഹാരി അല്ല. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ അടുത്ത സമയത്ത് ഒരു യോഗ ചെയ്യുന്ന ഒരു ശൈത്താൻ മരിച്ചു. അവൻ പറഞ്ഞു യോഗ ചെയ്യാത്തവൻ ഒരുത്തനും രക്ഷപ്പെടൂല, യോഗ ചെയ്ത ആർക്കും അറ്റാക്ക് വരൂല. യോഗ ചെയ്യാത്തവൻ അറ്റാക്ക് വരും, യോഗ ചെയ്താൽ ജീവിതത്തിൽ അറ്റാക്കേ വരൂല എന്ന് പറഞ്ഞ ഒരു യോഗാചര്യൻ കഴിഞ്ഞ മാസം 39 വയസ്സേ ഉള്ളൂ, അറ്റാക്ക് വന്ന് മരിച്ചു. അയാളെ പഠിപ്പിച്ചെടുക്കുന്നത്. അയാളുടെ 2 കാല് മുകളിലായിരിക്കും, 2 കൈ താഴെയായിരിക്കും, എപ്പോഴും യോഗയിലായിരിക്കും. മലക്കുൽ മൗത്ത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറിയോ എന്ന് ഒറ്റപ്പിടി ഇതാ കിടക്കുന്നത്. യോഗയും ചെയ്തുകൊണ്ട് തലകുത്തി കിടക്കുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടെ യോഗ? ഹബീബെ, നമ്മൾ ഈ നടക്കുന്ന ഒരു ദിവസം നമ്മുടെ ശ്വാസം 22,222 പ്രാവശ്യം. ഒരു ദിവസം നമ്മുടെ ശ്വാസം 22,222 പ്രാവശ്യം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ എണ്ണീട്ട് കുറവുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, എന്നെ വിളിച്ചാൽ മതി. എണ്ണി നോക്ക്, പോയിരുന്ന് വീട്ടിൽ ഇരുന്ന് കുത്തിയിരുന്ന്. എപ്പം മുതൽ തുടങ്ങും? പിടിച്ചൊന്ന് ഓഫാക്കി വെക്കണം, ശ്വാസം എല്ലാം പോയിട്ട് തുടങ്ങണം. അതിനിടയ്ക്ക് അങ്ങ് പോയാൽ തീർന്നു കിട്ടിയല്ലോ, പിന്നെ ചോദിക്കാൻ നിൽക്കണ്ട. ഈ അസുഖം വന്ന സമയത്ത്, കൊറോണ വന്ന സമയത്ത് ശ്വാസത്തിന് വേണ്ടി ജനങ്ങൾ ഓടിയില്ലേ? ഓരോരോ വലിയ ഹോസ്പിറ്റലുകളിൽ പോയപ്പോ, മുസ്ലിങ്ങളുടെ ഹോസ്പിറ്റൽ അടക്കമുണ്ട്, എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആശുപത്രി ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങളെ ഒന്നും സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത്. ഇനി ഏത് കാക്കാടെന്ന് പറഞ്ഞാലും, ഏത് വലിയ ഷേഖുനാടെ എന്ന് പറഞ്ഞാലും, എല്ലാം പുലൂസിന് വേണ്ടിയുള്ള ഹമുക്കന്മാരാണ്. ഒരു കുട്ടികളോട് പോലും, ഒരു ക്യാൻസർ രോഗിയോട് പോലും, ഒരു സാധുവിനോട് പോലും ഒരു ദയയില്ലാത്ത വർഗം. അങ്ങനത്തെ സൈസുകളാണ്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്കൊക്കെ എതിരെ ദുആറുന്ന രക്ഷയുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോയാൽ വീട് എഴുതി വെക്കേണ്ടി വരും. എങ്ങനെ ആശുപത്രി പോകും? കൊറോണയ്ക്ക് ശ്വാസം കിട്ടാതെ പോകുമ്പോ ആദ്യം പറയുന്നത് 3 ലക്ഷം എടുത്തു വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് കയറ്റാന്ന്. 3 ലക്ഷം. അതെപ്പോ അകത്തോട്ട് കയറ്റാൻ കയറി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി. ഇന്നലെ ഒരാള് തിരുവനന്തപുരത്ത് പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിക്കുന്നു. എൻ്റെ വാപ്പ ഹോസ്പിറ്റലിൽ കിടക്കാൻ ഉസ്താദ്, ദുആ ചെയ്യണം. നമുക്ക് എന്താ പറ്റി? ഞാൻ ചെറിയ അസ്വസ്ഥത, 80 വയസ്സായി കൊണ്ടുവന്നു. ഞാൻ 80 വയസ്സൊക്കെ ആണെങ്കിൽ എന്തിനാ അങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൂടെ? എല്ലാം കൊണ്ടുവന്ന് ശരിയാകുമെന്നൊക്കെ വിചാരിച്ചു. ഇപ്പം എത്രയായി? 2 ലക്ഷം രൂപയായി. എത്ര ദിവസമായി? 1.5 ദിവസമായി. ഇനി കുഴപ്പമില്ല, 2 ലക്ഷം കൂടെ കൊടുത്തു. നിങ്ങൾ പള്ളിക്ക് ചോദിച്ചാൽ കൊടുത്തില്ലല്ലോ, അവിടെ ഇരിക്കട്ടെ, എല്ലാം കൊടുത്തിട്ടാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഒരു സാധുവായി ആൾ തരുന്ന ആളാ, കൊടുക്കുന്ന ആളാ. ചോദിച്ചാൽ പറയാ ഇപ്പൊ പൈസ ഇല്ലാക്കാനാകില്ല. അവസാനം ഇപ്പൊ കൊടുക്കാൻ കാശ് വന്നില്ലേ? സംഭവം വന്നില്ലേ? 2 ലക്ഷം രൂപയായി. അപ്പൊ എന്റെ പറയാ, തൊട്ടടുത്ത് ഞങ്ങളുടെ റൂമിൽ, ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അത്രയും രീതിയിൽ പറയാതെ കളിയാക്കാനല്ല, ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള ഒരു ബന്ധമുള്ളത് കൊണ്ട്, എടാപോടാ ബന്ധം. അപ്പൊ തൊട്ടടുത്തൊരു റൂമിൽ ഒരാൾ കിടക്കുന്നു. 14 ദിവസമായി വന്നിട്ട് 25,16,000 രൂപയായി ബില്ല്. കുറച്ച് ചോദിച്ചിട്ട് കുറയ്ക്കുന്നില്ല. എന്നിട്ട് അവർ പറഞ്ഞു 16,000 രൂപ ഭക്ഷണത്തിന്റെ, ഫുഡിന്റെ ബില്ല്. അതുപോലും കുറയ്ക്കാൻ വേണ്ടി അതുപോലും കുറച്ച് കൊടുത്തില്ല. അവരുടെ കിടക്കുകയാണ്, ബില്ലടയ്ക്കാൻ വയ്യാതെ. 25,4 കോടി രൂപ. എന്നിട്ട് ഞാൻ ചോദിച്ചു, അസുഖം മാറിയോ? എവിടെ മാറാ? വന്നതുപോലെ തന്നെ. ചിന്തിച്ചു നോക്കിയ സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹെ കുറിച്ച് എന്താ ചിന്തിച്ചത്? അള്ളാഹു നമുക്ക് തന്ന ശരീരത്തിന്റെ ആ ഒരു അവയവത്തിന് ഒരു ചെറിയൊരു ന്യൂനത വന്നപ്പോ ഈ നാട്ടിലെ ഡോക്ടർമാരിടുന്ന വില കണ്ട. ഈ കൊറോണ വന്ന സമയത്ത് എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലില് ഒരു തങ്ങള് കുടുംബത്തിലെ ഒരു ഉമ്മ അഡ്മിറ്റ് ചെയ്തു. പണക്കാട് കുടുംബത്തിൽപ്പെട്ടത് തന്നെയാണ്. 1.25 കോടി രൂപയായി ബില്ല്. 1.25 കോടി രൂപ. 10 ലക്ഷം രൂപ കുറച്ചു കൊടുക്കാൻ വേണ്ടി MLA-മാരടക്കം അവിടെ ബന്ധപ്പെട്ടു. 1 രൂപ പോലും കുറച്ചു കൊടുത്തില്ല. ആള് മരിക്കുകയും ചെയ്ത് 1.25 കോടി അടക്കുകയും ചെയ്തു. നല്ല വായ്തയുണ്ട്. ചിന്തിച്ചു നോക്കി, ഇതൊക്കെ ഒരു ബിസിനസ് അല്ലേ? ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒക്കെ പേരിൽ കുന്നുംപുറത്തിനെല്ലാം കൊണ്ട് ഇതേപോലെയൊക്കെ നമ്മൾ ഇങ്ങനെ പരസ്യം കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എല്ലാവരെയും.
2 കോടിയുടെ 3 കോടിയുടെ 30 കോടി ഈ പാവപ്പെട്ടവക്കൾ ഈ തേച്ചും ബീച്ചും ഒക്കെ ഉണ്ടാക്കുന്ന പൈസ, ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ, വിയർപ്പൂറ്റി ഉണ്ടാക്കുന്ന പൈസ, ഇതൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ അയച്ചയച്ചു കൊടുക്കും. ഈ 5 കോടി 7 കോടിയുടെ ഒക്കെ എന്ത് ചികിത്സയാണ് ഹബീബേ? 7 കോടി 8 കോടിയുടെ ഒക്കെ ചികിത്സകൾ. എന്നാൽ വലിയ വലിയ കോടികൾ ലക്ഷങ്ങൾ വാങ്ങുന്ന ഡോക്ടർമാരുണ്ടല്ലോ, അവർക്കതൊന്നും ഞങ്ങൾക്ക് ഇതിന്റെ ഫീസ് വേണ്ട, അല്ലെങ്കിൽ അവിടുത്തെ ഇതിന്റെ ഹോസ്പിറ്റലിന്റെ തലവന്മാർക്ക് പറയാം നമുക്ക് അതിന്റെ ഒരു ലാഭവിഹിതവും വേണ്ട എന്ന് വെച്ചൂടെ? എന്ന് വെച്ചാൽ എത്രയോ കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയും? ആരെങ്കിലും അങ്ങനെ ചെയ്യോ? ഇതൊരു ബിസിനസ്സാണ്, ഇതൊരു ബിസിനസ്. ഇത്ര കോടി വേണമെന്ന് ആദ്യമേ നിശ്ചയിക്കുകയാണ്, ആദ്യമേ തീരുമാനിക്കുകയാണ്. ആര് ചോദിക്കാൻ? അവസാനം എന്താ സംഭവിക്കുന്ന അറിയോ? 6 മാസം കഴിയുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ 3 കോടി പോയാ. വലിയൊരു മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി, കരുനാപ്പുള്ള ഒരു കുട്ടിയാണ്, 10 വയസ്സുള്ള ഒരു കുട്ടി, മജ്ജ മാറ്റി വെക്കാൻ വേണ്ടി പോവാണ്. 1 കോടി രൂപ. ഞാൻ പറഞ്ഞു ദയവേച്ച് നിങ്ങൾ മാറ്റി വെക്കരുത്, ഇതൊക്കെ വെറുതെയാണ്. നിങ്ങൾ പറയും ഇല്ല ഉസ്താദ് എന്റെ മോനെ എനിക്ക് വേണം. ഞങ്ങൾ പറഞ്ഞു മാറ്റി വെക്കരുത്, അള്ളാഹു ഉദ്ദേശിച്ചത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കുട്ടിയെ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നല്ലൊരു മോൻ, കാണാൻ എന്ത് രസം, 10 വയസ്സ്, ഞാൻ പോയി കണ്ടതാണ്. അവൻ വീട് സ്ഥലവും വിറ്റ് 1 കോടി രൂപ 10 ലക്ഷം രൂപ എന്തോ ടാറ്റ കൊടുത്തു, 1/10 എല്ലാം ചെയ്ത് 3 മാസം കഴിഞ്ഞപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സംഭവം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അറിയോ? ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഈ വണ്ടി ഓടുന്നത്. അള്ളാഹു നമുക്ക് തന്ന ഈ നിഅമത്ത്, ആ നിഅമത്ത് അള്ളാഹുവോട് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കണം എന്നും. അല്ലാഹ് റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ വഅദ്ഖിൽനി برحمتك في عبادك الصالحين. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, എല്ലാ വഖത്ത് നമസ്കാരത്തിന് ശേഷവും ഈ പറയപ്പെട്ട ദുആ ഒന്ന് സൂറത്തുൽ നംലിലുണ്ട്, മറ്റൊന്ന് സൂറത്തുൽ അഹ്ഖാഫിലുണ്ട്. സുബഹിക്കും മഗ്രിബിനും 3 പ്രാവശ്യം വീതം പറയണേ. അല്ലാത്ത വഖത്തിൽ 1 പ്രാവശ്യം വീതം നിങ്ങൾ ഇത് പറയണേ. ഏത് ഞാനിപ്പോ ഓതിയ ദുആ? റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. 3 ദുആ മഹാന്മാര് ഖുർആനിൽ നിന്ന് പഠിപ്പിക്കുന്നു. ഒന്ന് ഈ ദുആ. രണ്ടാമത്തെ ദുആ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. ഇതും നിങ്ങൾ പറഞ്ഞോ. വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. മറ്റൊരു ദുആയും ഖുർആനിൽ ഒരു ആയത്ത് പഠിപ്പിച്ചു തരുന്നു. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫാ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ഈ ദുആ, ഈ ആയത്ത് എല്ലാ സുബഹിയിലും മഗ്രിബിലും 3 പ്രാവശ്യം വീതം ഓതിയാൽ ശരീരത്തിലെ അവയവങ്ങൾ മാറ്റിക്കളയുന്ന രോഗം നിങ്ങൾക്ക് ഉണ്ടാവൂല. ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്. മഹാന്മാര് വെറുതെ പറയല്ലോ, ഇത് വെറുതെ പറയല്ല. ഇതൊക്കെ ഓതണം. സുബഹി കഴിഞ്ഞിരുന്ന് ഓതണം, മഗ്രിബ് കഴിഞ്ഞ് ഓതണം. ബാക്കി എല്ലാ വഖത്തിലും ഓരോ പ്രാവശ്യം ഓതണം. നമ്മുടെ ശരീരത്തില് കരൾ മാറ്റിവെക്കുന്ന രോഗം, കിഡ്നി മാറ്റിവെക്കുന്ന രോഗം, ഹൃദയം മാറ്റിവെക്കുന്ന രോഗം, ഇതൊന്നും നിന്റെ ശരീരത്തിൽ ഉണ്ടാവൂല. കാരണം അതിന്റെ അർത്ഥം അല്ലാഹുവേ, നീ എനിക്ക് തന്ന ആരോഗ്യം, നീ എനിക്ക് തന്ന നിഅമത്ത് നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നീ എനിക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മഹാനായ ദാവൂദ് നബി അള്ളാഹുവോട് ചോദിച്ചതാ, സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചതാ. ഈ ദുആ പരിശുദ്ധ പ്രവാചകൻ സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തതാ. ആരാണോ ഇത് നമസ്കാര ശേഷം അല്ലാഹുവിനോട് ചോദിക്കുന്നത്, ശാരീരികമായി മാനസികമായി അവർക്ക് ഒരു ടെൻഷനും ഉണ്ടാവൂല. കാരണം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ശാന്തിക്ക് വേണ്ടി ഓടുന്ന മുഅ്മിനീങ്ങളെ, സമാധാനത്തിന് വേണ്ടി ഓടുന്ന സഹോദരാ, അല്ലാഹു പറയുന്നു, നിനക്ക് സമാധാനം വേണമോ? ഖുർആനിലേക്ക് നീ മടങ്ങി വാ. വനുനസ്സിലു മിനൽ ഖുർആൻ, ഖുർആനിൽ നാം അത് ഇറക്കിയിട്ടുണ്ട്. മാ
ഒരു കാര്യം ശിഫാ, നിന്റെ ശരീരത്തിന്റെ രോഗത്തിനുള്ള മരുന്ന് പരിഹാരം ഈ ഖുർആനിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അത് പോയി കഴിക്കണേ, ഉപയോഗിക്കണേ. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അങ്ങനെ സത്യവിശ്വാസികൾക്ക് അതൊരു റാഹത്തും റഹ്മത്തും സന്തോഷവുമായി മാറും കേട്ടോ. സത്യവിശ്വാസികൾ റാഹത്തായിരിക്കും. അൽഹംദുലില്ലാഹ് അത് ഓതിയപ്പോ എന്റെ മനസ്സിനുള്ള റാഹത്തുണ്ട്, അത് കിട്ടിയപ്പോ ഒരു ഖൈറുണ്ട്, ഒരു ബർക്കത്തുണ്ടെന്ന് നിന്റെ മനസ്സ് തന്നെ പറയും. നിന്റെ മനസ്സ് തന്നെ പറയും. ഖുർആൻ പറഞ്ഞ വാക്കാണ് ഇതെല്ലാം. ഞാൻ ഖുർആൻ കൊണ്ടാണ് സ്ഥിരപ്പെടുത്തുന്നത്. അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്, അതിന്റെ അർത്ഥങ്ങളും അങ്ങനെ തന്നെയാണ്.